അഖ്നൂരിലും രജൌരിയിലുമൊക്കെ ബ്ലാക്ക് ഔട്ട് എന്ന വാർത്ത വന്നു. ജമ്മുവിൽ സൈറൻ കേട്ടു എന്ന വാർത്ത വന്നു. അതിനുശേഷമാണ് നമുക്ക് അതുപോലെ തന്നെ ബാർമറിൽ ബ്ലാക്ക് ഔട്ട് എന്ന വാർത്ത വന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ഈ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത്. ഒന്ന് ശ്രീനഗറാണ്, രണ്ട് ഉധംപൂരിലെ ദിബ്ബർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഫോടനം ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ മൂന്നാമത് വരുന്ന വിവരം അഖ്നൂരിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം ഉണ്ടായി എന്ന് തന്നെയാണല്ലോ. അതെ, പല സ്ഥലങ്ങളിലും ഈ രാത്രിയിലും അതേപോലെ തന്നെ പുലർച്ചെ ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ദേശീയ ഏജൻസി തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അതായത് അഖ്നൂരിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇത്തരത്തിൽ വലിയ സൈറൻ ശബ്ദം കേൾക്കുകയും അതിന് പിന്നാലെ ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായിട്ട് ഇക്കണോമിക് ടൈംസിൽ വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം രജൌരിയില് ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി, വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാനാകുന്നു. അത് ഒരു സീരീസ് ഓഫ് എക്സ്പ്ലോഷൻസ്, തുടർച്ചയായ സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷം രജൌരിയിൽ ചില വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. ഇപ്പം നമ്മൾ ഇത് കൂട്ടി വായിക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിലല്ല, അതായത് അഖ്നൂരിലും രജൌരിയിലും ബാർമറിലും ഒക്കെ ബ്ലാക്ക് ഔട്ട് എന്ന വാർത്ത വരുന്നു. ജമ്മുവിൽ സൈറൻ മുഴങ്ങിയെന്ന വാർത്ത വരുന്നു. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്പസമയത്തിന് ശേഷമാണ് അവിടെ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ രജൌരിയിൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നത്. ഇനിയിപ്പോൾ ജമ്മുവിൽ എന്താണ് സൈറൻ മുഴങ്ങാനുള്ള ഒരു കാരണമെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ബാർമറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പുതിയതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അതാണ്. അത് എക്കണോമിക് ടൈംസ് ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. രജൌരിയിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഈ സ്ഫോടന ശബ്ദങ്ങൾക്ക് ശേഷം എന്നാണ്. ക്രിസ്റ്റീന, പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ അത് കേട്ടതാണ്. ഡ്രോൺ ആക്രമണങ്ങൾ പഞ്ചാബിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ പല മേഖലകളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. മാത്രമല്ല ഹിമാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളിലും ഈ സൈറൻ മുഴങ്ങിയിരുന്നു, പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ 26 സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എന്നാണ്. ഇതെല്ലാം ഇന്ത്യ ചെറുക്കുകയും ചെയ്തിരുന്നു. ചിലതൊക്കെ പക്ഷേ ചില സാധാരണക്കാരുടെ സ്ഥലങ്ങളിലേക്ക്, അതായത് ഫിറോസ്പൂർ, പഞ്ചാബിലെ ഫിറോസ്പൂർ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ചില സാധാരണക്കാരുടെ കേന്ദ്രങ്ങളിലേക്കാണ്, വീടുകളിലേക്കും മറ്റുമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ചിലർക്ക് അത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അവിടെയൊക്കെ സൈന്യം വൈദ്യസഹായം അടക്കം എത്തിച്ച് നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച് 26 കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു ഡ്രോൺ വഴി. അതിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. നിയന്ത്രണ രേഖയിൽ കനത്ത വെടിവെപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും അതിൽ അയവ് വരുത്താൻ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ G7 രാഷ്ട്രങ്ങൾ അതിൽ ഇടപെട്ടു. അതായത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, USA ഇങ്ങനെ G7 രാജ്യങ്ങൾ ഈ സംഭവം പഹൽഗാം ആക്രമണത്തെ അപലപിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ അയവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ തുടർച്ചയായി ഉണ്ടാവുന്ന പരസ്പരം വെടിവെപ്പുകളും ഒപ്പം തന്നെ ആക്രമണങ്ങളും അവസാനിപ്പിക്കണം, പരസ്പരം സംസാരിച്ച് ഈ വിഷയം സമാധാനത്തിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാരണം കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാനും ഇടയിൽ നടക്കുന്ന ഈ സംഭവത്തിൽ ഇടപെടുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അമേരിക്ക മാത്രമായിരുന്നു ഈ സംഭവത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള സംഘർഷത്തിൽ അയവ് വരുത്തണം, നിങ്ങൾ പരസ്പരം സംസാരിച്ച് വിഷയം പരിഹരിക്കണം എന്നൊരു അഭിപ്രായമായിരുന്നു അമേരിക്ക ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം IMF-ൽ ഇന്ത്യ ഈ പാകിസ്ഥാന് $7 ബില്യൺ സഹായം അതിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ IMF ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നില്ല. അതിന്റെ ആദ്യ ഗഡുവെന്ന നിലയിൽ $100 കോടി അത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ IMF-ലടക്കം ഇന്ത്യ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ തുക അത് മറ്റു വഴികളിലേക്ക് ചെലവഴിക്കും, അതായത് രാജ്യത്തിനകത്ത് അതിർത്തി കടന്നുള്ള തീവ്രവാദം വളർത്തുവാനായിട്ടുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റി ചെലവഴിക്കുമെന്നുള്ളൊരു ആരോപണമായിരുന്നു ഇന്ത്യ IMF-ലടക്കം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഇന്നലെ ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്.